Thank you so much, my Meghalaya brothers. Dear Adar, love you, bro, for helping us to find our brother. Thank you so much. എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവരും അറിയട്ടെ ദിൽഷാനെ തിരിച്ചിട്ടി എന്നുള്ളത്. അൽഹംദുലില്ലാ. Thank you so much, guys. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിൽഷാദ് എന്ന് പറയുന്ന യൂട്യൂബറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹം ഒരു ട്രാവൽ ബ്ലോഗറാണ്. ലോകം ചുറ്റിയിട്ട് ട്രാവൽ ബ്ലോഗിംഗ് എല്ലാം ചെയ്തുകൊണ്ട് അത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ഒരുപാട് നല്ല വീഡിയോകൾ പങ്കുവെക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും എല്ലാമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ജൂലൈ 6-ാം തീയതിയാണ് വീട്ടിൽ നിന്നും ചിലേമ്പ്രയിൽ നിന്നും യാത്ര തിരിച്ചത്. അതിനുശേഷം 22-ാം തീയതി വരെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവസാനം അദ്ദേഹം വിവരം നൽകിയത് ആസാമിൽ വെച്ചായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. കുടുംബക്കാരെ പോലെ തന്നെ മലയാളികൾ എല്ലാവരും അതിനെക്കുറിച്ച് സങ്കടത്തിലും അതുപോലെ തന്നെ തെരച്ചിലിലുമെല്ലാമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു പോസ്റ്റാണ് ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഐ ആം ക്വിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ കാണാതെ പോയത്. അതിൽ എല്ലാവരും അന്താളിച്ചു. അതുപോലെ തന്നെ വീട്ടുകാർക്കും പേടിയുണ്ടായി. അതിനുശേഷമാണ് അവർ പോലീസ് സ്റ്റേഷനിലെത്തി ഇദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്തിരുന്നത്. ആസാമിൽ അദ്ദേഹം എത്തിയ നേരത്തായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത്. കാരണം ആസാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയൊരു പ്രളയമുണ്ടായി എന്നുള്ളതാണ്. ഏകദേശം 28 ജീവനുകളാണ് നമുക്ക് അവിടെ വെച്ച് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ 68 ലക്ഷത്തോളം ആൾക്കാർ ഈ പ്രളയത്തിൽ 6 ലക്ഷത്തോളം ആൾക്കാർ ഈ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുകയും ചെയ്തു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് കൂടുതൽ പേടിയും ഉണ്ടായത്. ഏതായാലും അൽഹംദുലില്ലാ ഇപ്പോൾ സന്തോഷകരമായ ഒരു വാർത്ത ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. മേഘാലയയിൽ നിന്ന് അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ചികിത്സയിലാണ്. അദ്ദേഹം അവിടെ വെച്ച് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നു. അൽഹംദുലില്ലാ വളരെ സന്തോഷപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. മലയാളികളും അതുപോലെ തന്നെ പുറത്ത് രാജ്യങ്ങളിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നവരായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മല്ലൂർ ട്രാവൽ അടങ്ങുന്ന ഒരു സംഘമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ചിട്ട് വിവരം കിട്ടിയതും ആ വിവരം ഫാമിലിയെ അറിയിക്കുന്നു. ആ ഫാമിലിയാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം അവർ ഉമ്മയും ഉപ്പയും അടങ്ങുന്ന സംഘം മേഘാലയയിലെത്തിയ ശേഷം ദിൽഷാദിനെ സന്ദർശിക്കുകയും ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അദ്ദേഹത്തിൻ്റെ വണ്ടിയുമെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അപകടം വന്ന സമയത്ത് ഫോണെല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കാതെ പോയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തി മുൻപന്തിയിൽ നിന്ന് നമ്മുടെ മല്ലൂർ ട്രാവലറായ ഷക്കീർ എന്ന് പറയുന്ന നമ്മുടെ ബ്ലോഗറാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാണാം. തന്നെ കണ്ടെത്തി ഗൈസ്. ദിൽഷാദ് അങ്ങനെ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നു. ഒരുപാട് പേര് പോസ്റ്റുകളും സ്റ്റോറീസും ഒക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പം ഞാനടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എന്റെ അറിവിലേക്ക് അവൻ മിസ്സിംഗ് ആയിരുന്നൊരു കാര്യം വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം നമ്മളും ബൈക്കേഴ്സാണ്, നമ്മൾ ഒരുപാട് യാത്രകൾ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് ഇങ്ങനെ ഒരു വണ്ടി എടുത്ത സ്ഥലത്ത് പോകുന്നു, പെട്ടെന്ന് മിസ്സിംഗ് ആവുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും പേഴ്സണലി എന്റെ സെർച്ചിങ്ങിൽ ഞാൻ ഇറങ്ങിയത്. അപ്പൊ എനിക്ക് ഷില്ലോങ്ങിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ലോക്കൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവരങ്ങനെ അവിടുത്തെ ലോക്കൽ ബൈക്കേഴ്സ് ഗ്രൂപ്പ് വഴി അവർ ഗ്യാദർ ചെയ്തിട്ട് അവരങ്ങനെ സെർച്ചിങ് തുടങ്ങി. അങ്ങനെ അവരുടെ സെർച്ചിങ്ങിലാണ് മനസ്സിലായത് ദിൽഷാദ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മേഘാലയയിലെ ഒരു ഗ്രാമപ്രദേശത്തിൽ അവന്റെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് അവിടുത്തെ ലോക്കലിലെ ഗ്രാമീണർ അവനെ എടുത്ത് നിയർ ബൈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആണ് ആള്. അവന് മൊബൈലും കാര്യങ്ങളൊന്നുമില്ല, ആരും കോൾ ചെയ്യാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. വണ്ടിയൊക്കെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്, അവരും സേഫ് ആണ്. അവന്റെ ഫ്രണ്ട്സും ഫാമിലീസും ഓൾമോസ്റ്റ് 3-4 ദിവസമായിട്ട് ആ ഒരു ഏരിയയിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, നവാഫ് ബ്രോ ഒക്കെ. അപ്പൊ അങ്ങനെ ഒഫീഷ്യലി ഞാൻ അവരെ വിളിച്ച് അറിയിച്ചു, ലൊക്കേഷൻ കൊടുത്തു. അവരങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ദിൽഷാദിനെ കണ്ടു, സംസാരിച്ചു, അവന്റെ വണ്ടിയൊക്കെ കണ്ടു. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പം എന്താ പറയാ, നമ്മൾ മലയാളികളാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി തെളിയിച്ചേട്ടോ. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു, എല്ലാവരും ഒരുമിച്ച് ടെൻഷൻ അടിച്ചു, നമ്മളെല്ലാവരും ഒന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിൽഷാദ് ഒരു പ്രശ്നങ്ങളും കൂടാതെ തിരിച്ചു വരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. താങ്ക് യു സോ മച്ച്, മൈ മേഘാലയ ബ്രദേഴ്സ്. ഡിയർ ആദർ, love you, bro, for helping us to find our brother. Thank you so much. എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവരും അറിയട്ടെ ദിൽഷാനെ തിരിച്ചിട്ടി എന്നുള്ളത്. അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച് ഗൈസ്. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ മലയാളികളുടെ സ്നേഹവും ഒരുമയും എല്ലാം ഇതിൽ കൂടി നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഷിലോങ്ങിലൊക്കെ അദ്ദേഹത്തിനുള്ള ഫ്രണ്ട്സുകൾ വഴി ഈ ലോക്കൽ ബൈക്ക് റേസിനൊക്കെ പോകുന്ന ആൾക്കാർ തമ്മിലുള്ള ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചാറ്റിംഗ് ആണ് അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പണിയെടുത്തു. കാരണം അദ്ദേഹം ഒരു ട്രാവലറാണ്, നമുക്കെല്ലാവർക്കും അറിയാം, സുപരിചിതനാണ്. മില്യൺസ് കണക്കിന് വ്യൂവേഴ്സും അതുപോലെ തന്നെ ഫോളോവേഴ്സുമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് പല രാജ്യത്തിലും പല ബന്ധങ്ങളും അദ്ദേഹത്തിനുണ്ടാവും. ആ ബന്ധങ്ങളെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ സന്തോഷമാണ്. ഏതായാലും ദിൽഷാദിനെ കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുന്നത്. മേഘാലയയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത്. അവിടുത്തെ ലോക്കൽ ഗ്രാമീണരാണ് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നത്. അവർക്കൊന്നും അദ്ദേഹത്തെ അറിയില്ല. ഏതായാലും
അതിനുശേഷം ഇപ്പോൾ വിവരങ്ങളെല്ലാം കിട്ടി. ദിൽഷാദിൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാം ഹോസ്പിറ്റലിലെത്തി അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. എല്ലാം സേഫാണ്, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ചെറിയ ഒരു അപകടമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. മലയാളികളുടെ കൂട്ടമായ തെരച്ചിലിനൊടുവിലാണ് ഈ ഒരു സ്നേഹമായ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. വളരെ സന്തോഷമാണ്. ഏതായാലും ഇനി പെട്ടെന്ന് നമ്മുടെ ദിൽഷാദിനെ തിരിച്ചു വരാനും വീണ്ടും ബ്ലോഗിംഗ് രംഗത്തേക്കും ട്രാവൽ രംഗത്തേക്കും എല്ലാം തിരിച്ചു പോയിട്ട് ഒരുപാട് നല്ല ബ്ലോഗുകൾ നമുക്ക് ലോകം കാണിക്കാൻ അദ്ദേഹത്തിന് ഇനിയും പഠിച്ച തമ്പുരാൻ തൗഫീക്കും ആയുസ്സുമെല്ലാം നീട്ടിക്കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ടെൻഷൻ അടിച്ചിട്ട് അദ്ദേഹത്തെ കണ്ടെത്തിയോ എന്നറിയാതെ വിഷമിക്കുന്നുണ്ടാകും. അതിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.